ഓക്കെ, അപ്പോൾ നമ്മൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. മൊഡ്യൂൾ 3 എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മൊഡ്യൂൾ 3 നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് PSC കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കിന് ഒരു ചെറിയൊരു പാട്ട് മാത്രമേ PSC കൊടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ എന്താക്കാണ് 1 by 1 ആയിട്ട് കീറി മുറിച്ച് എന്താക്കാണ് പഠിക്കാൻ പോവാണ് അല്ലേ. മൊഡ്യൂൾ 3 ആകെ നമുക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 10 മാർക്കേ കിട്ടുള്ളൂ. അതിൽ ചെറിയൊരു ടോപ്പിക്ക് എന്ത് പറഞ്ഞിട്ടുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് എത്ര ക്വസ്റ്റ്യൻ വരാം? 3 ക്വസ്റ്റ്യൻ വരാം. അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ആ എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് ആ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കണം? ഇവിടെ കിട്ടിയേ മതിയാവുള്ളൂ. ശ്രദ്ധിക്കണേ, മൊഡ്യൂൾ 3 ടോട്ടൽ 10 മാർക്കാണുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് എത്ര മാർക്ക് വരുമോ അത്രയും മാർക്ക് നമുക്ക് കിട്ടണം. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഒറ്റ ക്വസ്റ്റ്യന് വരാതിരിക്കാം, എന്നാലും നമുക്ക് പഠിച്ചേ മതിയാവുള്ളൂ. നമ്മളൊരു കംഫർട്ടിന്, നമ്മളൊരു ഫീലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ സിലബസ് കവർ ചെയ്ത് എനിക്ക് 50-ൽ 80 കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ എന്താക്കണം? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചേ മതിയാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വരേണ്ടത് ചാർജാണ് അല്ലേ. അവിടെ ചാർജിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചാർജിൻ്റെ മോഷൻസ് അല്ലേ, ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മൂവിൻ്റെ ചാർജസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജസ്, ചാർജ് കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ചാർജ്, എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക അല്ലേ. ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ലൈക്ക് മാസാണ്. മക്കളെ, വേറൊരു കാര്യമുണ്ട്. നമ്മൾ HSന്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാംഗ്വേജ് മലയാളമാണ്. ഓക്കെ, മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ടേംസ് ഒക്കെ ഇംഗ്ലീഷിലാണ്. ബട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് എന്തിലാണ് ഉണ്ടാവുക? മലയാളം ലാംഗ്വേജിലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പ്ലസ് മലയാളം എന്നുള്ള രീതിയിലാണ് ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ടേംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം. ആ ടേംസ് അതേപോലെ ഇംഗ്ലീഷിലും മലയാളം ലാംഗ്വേജ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് തർജ്ജമ ചെയ്തിട്ടൊന്നും കൊടുക്കൂല. അപ്പോൾ സിമ്പിളായിട്ട് എന്താക്കാം, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ BSc ഫിസിക്സും BSc കെമിസ്ട്രിയും ഒക്കെ ഇംഗ്ലീഷിലാണ് പഠിച്ചത്. അപ്പോൾ എന്താക്കാം, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം HSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മീഡിയത്തിലാണ് ഉണ്ടാവുക? മലയാളം മീഡിയത്തിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നോക്കിയേ, ചാർജസിനെ വലിയ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ലൈക്ക് മാസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. മാസ് ഉണ്ടോ അവിടെ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും അല്ലേ. ഈ ബോഡിക്ക് മാസ് ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? ചാർജ് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. ഞാനിപ്പോൾ ഒരു മെറ്റാലിക് കോയിൽ എടുക്കുകയാണ്. സപ്പോസ് ഒരു മെറ്റാലിക് കോയിൽ എടുക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു കോയിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് മാസ് ഉണ്ട്. മാസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ലൈക്ക് എന്താണ്? മാസാണ്. ആ ടേമേ ഇവിടെ വേണ്ടു. ചാർജ് ചിലപ്പോൾ ചാർജും മാസും എന്താണ്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഇതാണ് നമുക്ക് എക്സാമിന് വേണ്ടത്. ഈ ടേം വെച്ചിട്ടാണ് HSA ചോദിക്കുള്ളൂ, വേറൊന്നും ഇവിടെ ചോദിക്കാനില്ല. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ന്യൂട്രൽ ബോഡി ഉണ്ട്. എന്തുണ്ട്? ന്യൂട്രൽ ബോഡി അല്ലേ. ന്യൂട്രൽ ഗിയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂട്രൽ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് അല്ല, എന്തുമല്ല, നെഗറ്റീവ് അല്ല. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ന്യൂട്രൽ ബോഡി ഉണ്ട്. നമുക്ക് പഠിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചേക്കേണ്ട എന്താണ്? ചാർജ് എന്ന് വെച്ചാൽ എവിടെ ചാർജ് ഉണ്ട്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ലൈക്ക് എന്താണ്? മാസാണ്. മാസ് ഉണ്ടോ? ചാർജ് ഉണ്ടോ? ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലേ, ചാർജ് ഈസ് ദ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതും ചിലപ്പോൾ നമുക്ക് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മഞ്ഞ എടുക്കാം അല്ലേ. ചാർജ് ഈസ് ദ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് എക്സ്പീരിയൻസസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. എന്താ ഈ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. ചാർജ് എന്ന് വെച്ചാൽ ചാർജ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ മീനിങ്? നോക്കി, ഇവിടെ 2-3 പോയിന്റ് കൊടുത്തിട്ട് ചാർജ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസസ് ഓൺലി എന്താ? ഇലക്ട്രിക് ഫീൽഡ്. നോക്കണേ, റെസ്റ്റിലൊരു ചാർജ് ഇവിടെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ ചാർജ് Q ആണ്. ഇതിൻ്റെ ചാർജ് Q ആണ്. ശ്രദ്ധിക്കണേ, ഈ ചാർജ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. റെസ്റ്റിലാണെങ്കിൽ അതിന് അറൗണ്ടായിട്ട് എന്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡും നിങ്ങൾ എന്തും പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ.
ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവൂ, ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവൂ. ഞാൻ ശ്രദ്ധിക്കണേ, ചാർജ് എന്താണ്, യൂണിഫോം മോഷനിൽ പോവാണ്, ഒരേ സ്പീഡിൽ എന്താണ് നമ്മൾ ചാർജ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്ത്, ഇലക്ട്രിക് കറണ്ട് അല്ലേ. ചാർജ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ചാർജിങ് മോഷൻ എന്ത് വേണം, യൂണിഫോം മോഷൻ വേണം. ചാർജ് മോഷൻ എന്നല്ല എന്താണ് വേണ്ടത്, യൂണിഫോം മോഷൻ എന്ന് വേണം. ചാർജിങ് യൂണിഫോം മോഷൻ. ചാർജിങ് യൂണിഫോം മോഷൻ പ്രൊഡ്യൂസേഴ്സ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, എന്തുകൊണ്ടാ, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസേഴ്സ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ചാർജിങ് യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രിക് കറണ്ടാ. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന് അറൗണ്ട് ആയിട്ട് ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ആക്സിലറേറ്റഡ് ചാർജ് പ്രൊഡ്യൂസേഴ്സ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഓൾസോ എന്താണ്, റേഡിയേറ്റ്സ് എനർജി. ആൻഡ് ഓൾസോ റേഡിയേറ്റ്സ് എനർജി. സിമ്പിളായിട്ട് പറയാം, ആക്സിലറേറ്റഡ് ചാർജാണ്. ചാർജഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡിലും സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, കൂടാതെ ആരുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്. റേഡിയേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ, EM വേവ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പം ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചേക്കേണ്ട മൂന്ന് പോയിന്റ് എന്താണ്, റെസ്റ്റിൽ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക, യൂണിഫോം മോഷനിലാണ് എന്തൊക്കെയാണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ആൻഡ് ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ആരും കൂടി ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്. ഈ കാര്യം മാത്രമേ ഇവിടുന്ന് PSC ചോദിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്ത സ്ലൈഡ് എവിടെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ പറയണം, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. നോക്കിയേ, എ സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് പ്രൊഡ്യൂസസ്. ചാർജ് എന്താണ്, സ്റ്റേഷനറി എന്ന് വെച്ചാൽ എന്താടാ, റെസ്റ്റിലാണ്. ഒരു ചാർജ് ഇവിടെ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, ഓൺലി ഇലക്ട്രിക് ഫീൽഡ്, ഓൺലി മാഗ്നറ്റിക് ഫീൽഡ്, ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, നെയ്തർ ഇലക്ട്രിക് നോർ മാഗ്നറ്റിക് ഫീൽഡ്. അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, ഓൺലി ഇലക്ട്രിക് ഫീൽഡാണ്. ഇതും തെറ്റാ, ഇതും തെറ്റാ, ഇതും എന്താണ്, തെറ്റാണ്. ഇനി നോക്കി, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാറ്റാണ്. ഇലക്ട്രിക് ചാർജ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി അല്ലെ, ഇലക്ട്രിക് ചാർജ് അറ്റ് മോഷൻ പ്രൊഡ്യൂസേഴ്സ്, മൂവിങ് ചാർജസ് പ്രൊഡ്യൂസേഴ്സ് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, ബോത്ത് ഇലക്ട്രിക് ആൻഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരും എന്ത് മാത്രമേ, ഓൺലി ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചോദിക്കുള്ളൂ, നമ്മുടെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതേ ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ, എന്താ ഉള്ളത്, ദ ഇലക്ട്രിക് ചാർജ് ഇൻ യൂണിഫോം മോഷൻ, ഇലക്ട്രിക് ചാർജ് ഇൻ യൂണിഫോം മോഷൻ പ്രൊഡ്യൂസസ് എന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ ഇലക്ട്രിക് ചാർജ് ഇൻ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, സിമ്പിളായിട്ടുള്ള മീനിങ് എന്താ, ഇലക്ട്രിക് കറണ്ട് എന്നാണ്. സിമ്പിളായിട്ടുള്ള മീനിങ് എന്താണ്, ഇലക്ട്രിക് കറണ്ട് എന്നാണ്. നോക്കിയേ, ഇലക്ട്രിക് ചാർജ് ഇൻ യൂണിഫോം മോഷൻ പ്രൊഡ്യൂസേഴ്സ്, നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇലക്ട്രിക് ഫീൽഡ് ഓൺലി ആണോ, അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി ആണോ, അല്ല. പിന്നെന്താ ഉള്ളത്, ബോത്ത് ഇലക്ട്രിക് ആൻഡ് എന്ത് വരും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വരും. ഇതും തെറ്റാ, ഇതും തെറ്റാ, ഇതും തെറ്റാ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യനേ ഇവിടുന്ന് ചോദിക്കുള്ളൂ. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താവും, നമ്മൾ ആപ്പിൽ ഉണ്ടാവും. തൽക്കാലം എന്താണ്, നമ്മൾ അടുത്ത സെക്ഷനിലോട്ടേക്ക് പോവാണ്.